ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു കാൻഡില ലേണിംഗ്സ്. I'm മുഹമ്മദ് അനസ്. അപ്പോൾ നമ്മളിപ്പോൾ 10ാം ക്ലാസ്സിലെ മാത്സിലെ ആദ്യ ചാപ്റ്റർ ആയിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസിന്റെ റിവിഷൻ ആണ് പോകുന്നത്. ഇപ്പോൾ ഏകദേശം എക്സാം ഒക്കെ അടുത്ത് തുടങ്ങിയില്ലേ? അപ്പോൾ നിങ്ങളൊക്കെ ഭയങ്കര ടെൻഷൻ ആയിട്ടുണ്ടാവും. ഒട്ടും ടെൻഷൻ ആവേണ്ട, ഞങ്ങളുണ്ട് കൂടെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ റിവിഷനിലോട്ടൊന്ന് പോവാം. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ എഴുതാൻ പോകുന്നത് അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അത് ചാപ്റ്റർ 1ന്റെ റിവിഷൻ ആണ്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് പറയുന്നുണ്ടാവും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നോട്ട് ചെയ്യുക. എന്ത് ചെയ്യുക, കൃത്യമായി ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റും. സോ നമുക്ക് പോവാം. ചാപ്റ്റർ 1 അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് പറഞ്ഞതിന് മുമ്പ് എന്താണ് സീക്വൻസ് എന്നുള്ളത് പറയാം. എന്താണ് ഒരു അരിത്തമെറ്റിക് സീക്വൻസും ഒരു സീക്വൻസും തമ്മിലുള്ള ഡിഫറൻസ്? ഇപ്പോൾ സീക്വൻസ് പറഞ്ഞാൽ നമുക്ക് പ്രൈം നമ്പേഴ്സിൻ്റെ സീക്വൻസ് പറയാം, അല്ലെങ്കിൽ ഇപ്പോൾ 1 2 3 അത് സീക്വൻസ് ആണ്. അതുപോലെ തന്നെ 1 4 then 7 അങ്ങനെ പറയുന്ന സീക്വൻസ് ഒക്കെ പറയാം. നമ്പേഴ്സിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റിന് നമ്മൾ എന്ത് പറയാം, സീക്വൻസ് എന്ന് പറയാം. എന്നാൽ അരിത്തമെറ്റിക് സീക്വൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്പേഴ്സിൻ്റെ സീക്വൻസിൽ തന്നെ കൃത്യമായിട്ട് ഓരോ നമ്പർ കഴിഞ്ഞും അടുത്ത നമ്പറിലോട്ട് പോകുമ്പോൾ ഉണ്ടാവും അവിടെ ഒരു കോമൺ ഡിഫറൻസ്, അതായത് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ, ഇതാണ് അരിത്തമെറ്റിക് സീക്വൻസും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് ഏതാണ്, അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ ജനറലി പറയുകയാണെങ്കിൽ എ സീക്വൻസ് ഗോട്ട് ബൈ സ്റ്റാർട്ടിംഗ് വിത്ത് എനി നമ്പർ ആൻഡ് ആഡിങ് എ ഫിക്സഡ് നമ്പർ റിപ്പീറ്റഡ്ലി ഈസ് കോൾഡ് അരിത്തമെറ്റിക് സീക്വൻസ് എന്നുള്ളതാണ്. അപ്പോൾ ജനറലി പറയുകയാണ് x1 x2 x3 എന്നുള്ളത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അപ് ടു xn വരെയാണെന്നുണ്ടെങ്കിൽ അതിൽ x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം, x2 പറഞ്ഞാൽ സെക്കൻഡ് ടൈം, x3 പറഞ്ഞാൽ തേർഡ് ടൈം, ആൻഡ് xn പറഞ്ഞാൽ nth ടൈം. പറഞ്ഞാൽ നമുക്ക് അറിയില്ല എത്ര ടൈം വരെ ഉള്ളത് എന്നറിയില്ല. സോ ഞാൻ അതിന് xn കൊടുത്തു. ഇനി ഇതിനിപ്പോൾ ഇങ്ങനെ കൊടുത്തില്ലേ, അപ്പം നമ്മൾ വേരിയബിൾസ് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് നമ്പേഴ്സ് വെച്ച് ഒന്ന് എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ലൈക്ക് 1 2 3 എന്നുള്ള നമ്മളെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ്. ഈ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് നോക്കുക. 1 കഴിഞ്ഞ് 2ലോട്ട് എത്തുമ്പോൾ എത്ര ഉണ്ട്, 1 ആണ് ആഡ് ചെയ്യുന്നത് അല്ലേ. ഈ 2 3ലോട്ട് പോകുമ്പോഴോ അവിടെയും 1 ആണ് ആഡ് ചെയ്യുന്നത്. സോ നമുക്ക് എന്താണ് അതിൻ്റെ കോമൺ ഡിഫറൻസ് എന്ത് പറയാം, കോമൺ ഡിഫറൻസ് 1 എന്ന് പറയാം. അതായത് 2 - 1 = 1 ആണ്. അതുപോലെ തന്നെ 3 - 2 അതും തന്നെയാണ് 1 ആണ്. സോ നമുക്ക് അവിടെ ഒരു ഫിക്സഡ് നമ്പർ എന്ത് ചെയ്യാണ്, ആഡ് ചെയ്ത് പോകാം അല്ലേ. സോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, അരിത്തമെറ്റിക് സീക്വൻസ് പറയാം. ഇങ്ങനെ സീക്വൻസിൽ ഫിക്സഡ് നമ്പർ ആഡ് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്ത് വിളിക്കാം, അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് വിളിക്കാം. മനസ്സിലായല്ലോ, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ദെൻ നമുക്ക് അതിൽ ഓരോ കാര്യങ്ങൾ പറയാം അല്ലേ, എന്തൊക്കെയാണ് അരിത്തമെറ്റിക് സീക്വൻസിൽ വരുന്നതെന്നൊക്കെ പറയാം. അപ്പോൾ ആദ്യം കോമൺ ഡിഫറൻസ് എന്നുണ്ട്. കോമൺ ഡിഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവ്യത്യാസം, മലയാളത്തിൽ എന്ത് പറയും, പൊതുവ്യത്യാസം. ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ ഒരു നമ്പർ കഴിഞ്ഞ് അടുത്ത നമ്പറിലോട്ട് പോകുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ 1 2 3 പറഞ്ഞപ്പോൾ അവിടെ 1 ആണല്ലോ പോകുന്നത്. സോ 1 ആണ് ആ ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ എന്ത്, കോമൺ ഡിഫറൻസ്. അപ്പോൾ നമ്മൾ അതിന്റെ ഒരു ഡെഫിനിഷൻ പറയുന്നത് ദ കോൺസ്റ്റന്റ് ഡിഫറൻസ് ഗോട്ട് ബൈ സബ്ട്രാക്ടിങ് ഫ്രം എനി ടേം പ്രീവിയസ് ടേം ഈസ് കോൾഡ് കോമൺ ഡിഫറൻസ്. അതായത് നമുക്കൊരു അരിത്തമെറ്റിക് സീക്വൻസിൽ മുന്നിലെ ടേമിൽ നിന്ന് തൊട്ട് പിറകിലെ ടേം മൈനസ് ചെയ്താൽ കിട്ടുന്നത് എന്താണോ അതിന് നമ്മൾ എന്ത് വിളിക്കുക, കോമൺ ഡിഫറൻസ് വിളിക്കുക. അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ കോമൺ ഡിഫറൻസ് ഒക്കെ എന്തായിരിക്കും, സെയിം ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇവിടെ അരിത്തമെറ്റിക് സീക്വൻസ് വന്നിട്ടുണ്ട് f+d f+2d f+3d. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു d ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ. സോ ആ ഡീനെ നമുക്ക് എന്ത് വിളിക്കാം, കോമൺ ഡിഫറൻസ് എന്ന് വിളിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2 4 6 8 ഇങ്ങനെ പോകുന്ന ഒരു സീക്വൻസ് ആണ് വിചാരിക്കുക. ഇതിൽ നിന്ന് 4 നമ്മൾ 2 മൈനസ് ചെയ്ത് വിചാരിക്കാം. അതായത് സെക്കൻഡ് ടൈം തൊട്ട് മുമ്പുള്ള ഫസ്റ്റ് ടൈം നമ്മൾ മൈനസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 2 കിട്ടി. അതുപോലെ തന്നെ തേർഡ് ടൈം ഏതാണ്, 6 നിന്ന് നമ്മൾ 4 മൈനസ് ചെയ്തപ്പോൾ തൊട്ട് മുമ്പുള്ള, അതായത് രണ്ടാമത്തെ ടൈം ആയിട്ടുള്ള 4 മൈനസ് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, 2. സോ 2 ആണ് ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ്. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലായി, അരിത്തമെറ്റിക് സീക്വൻസ് എന്താണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് ഏതാണ്, ഈ ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസിൽ ഓരോ നമ്പേഴ്സ് പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ 1 2 3 നില നമ്മൾ 1 ഒരു ഫസ്റ്റ് ടൈം ആണ്, 2 സെക്കൻഡ് ടൈം ആണ്, 3 എന്താണ് തേർഡ് ടൈം ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് അതിൻ്റെ റിവിഷൻ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലേ. അപ്പം ഇവിടെ ഞാൻ ടേംസ് എന്നുള്ളതിന് ഡെഫിനിഷൻ പറയുന്നുണ്ട്. ദ നമ്പേഴ്സ് ഫോമിങ് എ സീക്വൻസ് ആർ കോൾഡ് ടേംസ്. അപ്പോൾ ഇവിടെ താഴെ നോക്കുക, ഒരു എക്സാമ്പിൾ 4 7 10 and 13 16 19. ഓക്കെ, അപ്പം ഇങ്ങനെ പോകുന്നത് എന്തുണ്ട്, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ട്. ഇതിലെ 4 എന്നുള്ളത് എന്താണ്, ഫസ്റ്റ് ടൈമാണ്. 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ടൈമാണ്. അതുപോലെ തന്നെ 13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫോർത്ത് ടൈമാണ്. അപ്പോൾ ആ ഒരു ടേമിനെ, അതായത് ആ പൊസിഷൻ എന്താണോ അതിന് നമ്മൾ എന്ത് പറയുക, ടേം എന്ന് വിളിക്കുക. അപ്പോൾ ഫോർത്ത് ടൈം ആണെന്നുണ്ടെങ്കിൽ ഫോർത്ത് പൊസിഷനിൽ വരുന്ന നമ്പർ ഏതാണ് അതിന് നമ്മൾ ഫോർത്ത് ടൈം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ടേം എന്നുള്ള കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ. അപ്പോൾ നോക്കുക, അരിത്തമെറ്റിക് സീക്വൻസ് 4 7 10 13 16 19 ആണ്. സോ നമ്മൾ എന്ത് പറഞ്ഞു, ഫോർത്ത് ടൈം ഏതാണ്, ഫോർത്ത് പൊസിഷനിൽ ഏതാ വരുന്നത്, 13 ആണ്. സോ അതാണ് ടേം എന്ന് പറയാം കേട്ടോ. അപ്പോൾ ടേം എന്താ ക്ലിയർ ആയല്ലോ, കോമൺ ഡിഫറൻസ് എന്താ ക്ലിയർ ആയല്ലോ, അരിത്തമെറ്റിക് സീക്വൻസ് എന്താണെന്ന് ക്ലിയർ ആയി. ഇനി നമുക്ക് ഇതിന്റെ ബാക്കി കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അരിത്തമെറ്റിക് സീക്വൻസിൽ കുറച്ച് വരുന്ന സമ്മ് കണ്ടുപിടിക്കാനുണ്ട്, അതുപോലെ തന്നെ നമ്പർ ഓഫ് ടൈംസ് കണ്ടുപിടിക്കാൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. സോ നമുക്ക് അതിലോട്ട് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയുന്നത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി 2 ടേംസ് ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് പൊസിഷൻ ആൻഡ് ദ കോമൺ ഡിഫറൻസ്. അതായത് നമുക്കൊരു അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ട്. അരിത്തമെറ്റിക് സീക്വൻസിൽ കുറേ ടേം ഉണ്ട് വിചാരിക്കാം. ഇപ്പോൾ ഇവിടെ ഞാനൊരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. തേർഡ് ടേം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 36. തേർഡ് ടേം എന്താണ്, തേർഡ് ടേം 36 ആണ്. അതുപോലെ സെവൻത്ത് ടേം എന്താണ്, സെവൻത്ത് ടേം 72 ആണ് അല്ലേ. അപ്പോൾ സെവൻത്ത് ടേം 72 ആണ്.
സോ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ്, അതായത് 72 36 തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കോമൺ ഡിഫറൻസിൻ്റെയും അതുപോലെ തന്നെ ഈ ടേംസിൻ്റെ പൊസിഷൻസ് തമ്മിലുള്ള ഡിഫറൻസിൻ്റെയും പ്രൊഡക്റ്റ് ആണെന്നുള്ളതാണ്. എങ്ങനെ? അതായത് ഇപ്പോൾ ഞാൻ എഴുതി കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. 72 മൈനസ് 36 ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് ഈക്വൽ ടു വാട്ട്? ഈക്വൽ ടു കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് പറഞ്ഞാൽ നമ്മളെ ഡി ഇൻറ്റു വാട്ട്? ഇവയുടെ പൊസിഷൻസ് തമ്മിലുള്ള ഡിഫറൻസ്, അതായത് 7ാമത്തെ പൊസിഷനും അതുപോലെ തന്നെ 3ാമത്തെ പൊസിഷൻ. ഓക്കെ, അപ്പോൾ 7 മൈനസ് 3, അതായത് ഇവയുടെ ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും? ഈക്വൽ ടു പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ് എന്നാണ് വരിക. സോ നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? എന്ത് കണ്ടുപിടിക്കാം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം അല്ലേ? സോ 72 മൈനസ് 36 എന്തായിരിക്കും വരിക? 36 ആയിരിക്കും വരിക. സോ 36 ഈക്വൽ ടു ഡി ഇൻറ്റു 7 മൈനസ് 3 എന്തായിരിക്കും? 4 ആയിരിക്കും വരിക. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. 36/4 ഈക്വൽ ടു 9 കിട്ടും. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? സോ നമുക്ക് ഇനി അടുത്തത് നോക്കാം. ദ mth ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് xm ആൻഡ് nth ടേം ഈസ് xn, ദെൻ കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു xn മൈനസ് xm ഡിവൈഡ് ബൈ n മൈനസ് m. ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ കാര്യം തന്നെയാണ്, അത് വീണ്ടും ഒന്ന് പറയുന്നുള്ളൂ. സോ തേർഡ് ടേം 36 ആണ് ആൻഡ് 7th ടേം 72 ആണ്. നമ്മൾ നേരത്തെ സെയിം കേസ് തന്നെ എടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഡി ഈസ് ഈക്വൽ ടു 72 മൈനസ് 36 ഡിവൈഡ് ബൈ 7 മൈനസ് 3. ഓക്കെ, അതായത് xn മൈനസ് xm ഡിവൈഡ് ബൈ n മൈനസ് m. ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. മനസ്സിലായല്ലോ? സോ കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? തൊട്ട് മുമ്പുള്ള ടേമിൽ നിന്ന് നമ്മൾ തൊട്ട് പിറകിലുള്ള ടേം മൈനസ് ചെയ്താൽ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. ഇങ്ങനെയും കണ്ടുപിടിക്കാം. ഇപ്പോൾ കോമൺ ഡിഫറൻസിന്റെ കാര്യം തീരുമാനമായല്ലോ അല്ലേ? ഇനി നമുക്ക് അടുത്ത് കണ്ടുപിടിക്കാനുള്ളത് നമ്പർ ഓഫ് ടേംസ്. ഇപ്പോൾ നമുക്ക് കുറേ അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട് വിചാരിക്കുക. ഇതിൽ നമുക്ക് കുറേ ടേംസ് ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ എത്ര ടേംസ് ഉണ്ട്? അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട് 4 8 12 അങ്ങനെ തുടങ്ങി 48 വരെയുള്ള ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അപ്പോൾ ഇതിന്റെ കോമൺ ഡിഫറൻസ് ആദ്യം കണ്ടുപിടിക്കുക. എന്നിട്ട് നമുക്ക് അതിലെ നമ്പർ ഓഫ് ടേംസ്, ഇപ്പോൾ ഇതിൽ എത്ര ടേംസ് ഉണ്ട് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? അതാണ് അടുത്തത് വരുന്നത്. സോ നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. എന്താണ്? n ഈസ് ഈക്വൽ ടു ലാസ്റ്റ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. എങ്ങനെ? ലാസ്റ്റ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരാമെങ്കിൽ നമുക്ക് അത് ലാസ്റ്റ് ടൈം ചിലപ്പോൾ തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ലാസ്റ്റ് ടൈം കണ്ടുപിടിക്കണം. അതെങ്ങനെയെന്ന് നമ്മൾ പിന്നെ പറയുന്നതാണ്. സോ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ ഇപ്പോൾ താഴെ തന്നിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസ് നോക്കുകയാണെങ്കിൽ 4 8 12 അപ് ടു 48 വരെ അല്ലേ? അപ്പോൾ അതിൽ ഫസ്റ്റ് ടൈം ഏതാണ്? ഫസ്റ്റ് ടൈം നമുക്ക് 4 ആണ്. ഇനി ലാസ്റ്റ് ടൈം ഏതാണ്? ലാസ്റ്റ് ടൈം അരിത്തമെറ്റിക് സീക്വൻസ് എൻഡ് ചെയ്യുന്ന ഏതിലാണ്? 48 ആണ് അല്ലേ? സോ ലാസ്റ്റ് ടൈം 48 ആണ്. അപ്പോൾ ഫസ്റ്റ് ടൈം അറിയാം, ലാസ്റ്റ് ടൈം അറിയാം. ഇനി കോമൺ ഡിഫറൻസ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? രണ്ടാമത്തെ ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം മൈനസ് ചെയ്താൽ മതി. സോ കോമൺ ഡിഫറൻസ് ഡി ഈസ് ഈക്വൽ ടു 8 മൈനസ് 4 ഈക്വൽ ടു 4. അപ്പോൾ കോമൺ ഡിഫറൻസ് എത്ര കിട്ടി? 4 കിട്ടി. ഫസ്റ്റ് ടൈം എന്ത് കിട്ടി? നമുക്ക് 4 തന്നെയാണ്. ദെൻ ലാസ്റ്റ് ടൈം എന്ത് കിട്ടി? 48 കിട്ടി. ഇനി നമുക്ക് നമ്മളെ നമ്പർ ഓഫ് ടൈംസ് കണ്ടുപിടിച്ചോളെ. എങ്ങനെ? n ഈസ് ഈക്വൽ ടു ലാസ്റ്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 48 മൈനസ് ഫസ്റ്റ് ടൈം 4 ദെൻ ഡിവൈഡ് ബൈ 4 പ്ലസ് 1, അതായത് 44 ഡിവൈഡ് ബൈ 4 പ്ലസ് 1. അപ്പോൾ 44 ഡിവൈഡ് ബൈ 4 എന്ത് വരും? 11 വരും. 11 പ്ലസ് 1 12. അതായത് ഇതിൽ എത്ര ടേംസ് ഉണ്ട്? 4 തുടങ്ങി 48 അവസാനിക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസിൽ, അതായത് 4 തന്നെ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസിൽ എത്ര ടേംസ് ഉണ്ട്? 12 ടേംസ് ഉണ്ട്. ഇങ്ങനെയാണ് നമ്മൾ നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ അടുത്തതിലോട്ട് പോവാണ്. അതായത് അടുത്തത് പറയുന്നത് എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ട്. അപ്പോൾ ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ എങ്ങനെയാണ്, അതായത് ഇപ്പോൾ ഒരു നമ്പർ അതിൽ ആ അരിത്തമെറ്റിക് സീക്വൻസിലെ നമ്പർ ആണോ, അല്ലെങ്കിൽ ഒരു ടൈം നമുക്കൊരു നമ്പർ തന്നു. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിക്കുന്നുണ്ട് 15 25 35 അങ്ങനെ തുടങ്ങുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ്. ഇതിലെ ടൈം ആണോ 101 എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ അത് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? അതെങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് ഇനി അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത്. ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നുണ്ട്. സോ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എങ്ങനെയെന്ന് നമുക്ക് 2 മെത്തേഡ് ഉണ്ട്. ഇപ്പോൾ ഞാൻ 2 മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈസി ഏതാണോ അത് നിങ്ങൾ എന്ത് ചെയ്യുക? ഫോളോ അപ്പ് ചെയ്യുക. സോ ഫസ്റ്റ് 15 25 35 തുടങ്ങുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അതിൽ 101 അതിലെ ടൈം ആണെന്നാണ് നമ്മളോടുള്ള ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കാം. അപ്പം 15 25 35 അങ്ങനെ തോന്നുന്ന അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇതിലെ കോമൺ ഡിഫറൻസ് എത്രയാണ്? ഡി ഈസ് ഈക്വൽ ടു 25 മൈനസ് 15. അതായത് നമ്മൾ എന്ത് സെക്കൻഡ് ടൈം നിന്ന് ഫസ്റ്റ് ടൈം മൈനസ് ചെയ്തു. സോ നമുക്ക് എന്ത് കിട്ടി? 10 കിട്ടി. അത് തന്നെ ആയിരിക്കും തേർഡ് ടൈം നമ്മൾ സെക്കൻഡ് ടൈം മൈനസ് ചെയ്താലും കിട്ടും. അപ്പോൾ കോമൺ ഡിഫറൻസ് നമുക്ക് എന്ത് കിട്ടി? 10 കിട്ടി അല്ലേ? ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഈ കോമൺ ഡിഫറൻസ് 10 എന്നറിയാം. നമുക്ക് തന്നിട്ടുള്ള ടൈം, അതായത് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് എത്രയാണ്? 101. നിന്ന് എന്ത് ചെയ്യുക? നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസിലെ ടൈം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ നമ്മൾ കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ, മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്ത്? ആ ടൈം ഈ അരിത്തമെറ്റിക് സീക്വൻസിലുള്ളത്, അല്ലെങ്കിൽ ആ നമ്പർ ഈ അരിത്തമെറ്റിക് സീക്വൻസിലുള്ളതാണെന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് പറയാം എന്ത്? അത് ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ ഉള്ളതല്ല എന്ന് പറയാൻ പറ്റും. സോ 101 ആണ് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ടുള്ള വന്നിട്ടുള്ള നമ്പർ. അപ്പോൾ 101 മൈനസ്, ഞാൻ ഇതിൽ എന്ത് മൈനസ് ചെയ്യാൻ പോകുകയാണ്?
15 മൈനസ് ചെയ്തു. ഓക്കെ, 101 മൈനസ് 15 നമുക്ക് എന്ത് വരും? 86 വരും അല്ലേ? ഈ 86 നമ്മളെ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 10ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല അല്ലേ? അപ്പോൾ 10ന്റെ മൾട്ടിപ്പിൾ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്ത്? 101 ഇതിലെ 101 ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ടേം ആണെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയുള്ളത് എത്രയാണ്? 86 ആണ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? സോ 86 is not a multiple of 10. അതായത് കോമൺ ഡിഫറൻസിന്റെ എന്തല്ല മൾട്ടിപ്പിൾ അല്ല 86. സോ നമുക്ക് എന്ത് പറയാം? 101 ഈസ് നോട്ട് എ ടേം ഓഫ് ദിസ് അരിത്തമെറ്റിക് സീക്വൻസ് അല്ലേ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെയ്ത് മനസ്സിലായല്ലോ? അതായത് നമ്മൾ എന്ത് ചെയ്തു? നമ്മളോട് ഒരു നമ്പർ ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ടൈം ആണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആ ടൈമിൽ നിന്ന് നമുക്ക് തന്നിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസിലെ ഒരു ടൈമിന് നമ്മൾ മൈനസ് ചെയ്തു. അപ്പോൾ കിട്ടുന്ന ഡിഫറൻസ്, ആ ഡിഫറൻസ് നമ്മൾ കോമൺ ഡിഫറൻസിനെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ നമ്പർ ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ടൈം എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ ആ നമ്പർ ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ടൈം അല്ല. ഇതൊരു മെത്തേഡ്. ഇനി വേറൊരു മെത്തേഡ് കൂടെ ഉണ്ട്, അതുകൂടെ നോക്കാം. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ 15, 25, 35 അതാണല്ലോ നമ്മൾ ഫസ്റ്റ് 3 ടൈംസ്. ഈ 3 ടൈംസിന് നമ്മൾ എന്ത് ചെയ്യുക? കോമൺ ഡിഫറൻസ് സെറ്റ് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എന്താണോ നോക്കുക. ആ സെയിം റിമൈൻഡർ ആണോ നമുക്ക് ചോദിച്ചിട്ടുള്ള ആ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ആ നമ്പർ? അതായത് ഇപ്പോൾ ഇവിടെ 101 ആണെങ്കിൽ ആ 101 കൊണ്ട് നമ്മൾ 101 നമ്മൾ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതും സെയിം റിമൈൻഡർ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് അരിത്തമെറ്റിക് സീക്വൻസിലെ ടൈം എന്ന് പറയാൻ പറ്റും. നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലേ? സോ നമുക്ക് 15നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ തന്നിട്ടുള്ള എക്സാമ്പിളിൽ 15നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് എത്ര വരും? ഒരു പ്രാവശ്യം പോകും, ബാക്കി 5 റിമൈൻഡർ വരും അല്ലേ? ഈ 25ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് തന്നെ വരിക? 2 ടൈംസ് പോകും, ബാക്കി 25 എന്ത് വരും? റിമൈൻഡർ വരും. അപ്പോൾ നമ്മളെ തന്നിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസിലെ ടൈമിന് നമ്മൾ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 5 ആണ് റിമൈൻഡർ വരുന്നത്. സോ ഇനി 101ന്റെ കേസ് നോക്കാം. 101നെ നമ്മൾ എന്ത് ചെയ്യാണ്? 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര വരും? 10 പ്രാവശ്യം പോകും, 100. ബാക്കി റിമൈൻഡർ എന്താ വരുന്നത്? 1 ആണ് വരുന്നത് അല്ലേ? സോ അങ്ങനെ 1 ആണ് വരുന്നത് എന്തുകൊണ്ട് നമുക്ക് എന്ത് കൺഫേം ചെയ്യാം? ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ടൈം അല്ല എന്ത്? 101. മനസ്സിലായോ? അത് നമുക്ക് തന്നിട്ടുള്ള ടൈംസിന് എന്ത് ചെയ്യുക? കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന റിമൈൻഡർ തന്നെയാണോ നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള ആ ഒരു നമ്പറും ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യുക. സെയിം ആണെങ്കിൽ ഈ ഒരു ടൈം എന്താണ്? ഈ ഒരു നമ്പറും അരിത്തമെറ്റിക് സീക്വൻസിലെ ടൈം ആണ്. അല്ലെങ്കിൽ എന്തല്ല? ഈ ഒരു നമ്പർ അരിത്തമെറ്റിക് സീക്വൻസിലെ ടൈം അല്ല എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് 2 മെത്തേഡ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഏതാണോ ഈസി അത് എന്ത് ചെയ്യുക? ഫോളോ അപ്പ് ചെയ്യുക. ഇനി അടുത്ത് പറഞ്ഞത് ആൾജിബ്ര ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാനുണ്ട്? ആൾജിബ്ര ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ്, ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്ര പറയാനുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഞാനിവിടെ ഇക്വേഷൻ ഇതിന്റെ xn = dn + f - d, xn = dn + f - d എന്നുള്ള ഒരു ആൾജിബ്ര ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പോൾ ഇതിൽ f എന്താണ്, d എന്താണ്, അതുപോലെ തന്നെ xn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് പറയുന്നതാണ്. എഫ് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം, നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് ടൈം ആണ് എന്ത്? എഫ് എന്ന് പറയുന്നത്. ഡി പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആണ്. സോ xn = dn + f - d എന്നുള്ളതാണ് എന്ത്? ആൾജിബ്ര ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഇനി അതിനൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് 3n + 5. 3n + 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുക, 3n + 5 dn + f - d എന്നല്ല നമ്മൾ എഴുതിയത് അല്ലേ? dn + f - d. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിലെ ഡി എന്തായിരിക്കും? കോമൺ ഡിഫറൻസ് എന്തായിരിക്കും ആ ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ? നമ്മളെ എന്നിൻ്റെ കൂടെയുള്ള ടൈം എന്താണോ, എന്നിൻ്റെ കൂടെയുള്ള വാല്യൂ എന്താണോ, കോഫിഷ്യൻ്റ് എന്താണോ, അതായിരിക്കും എന്ത് വരിക? നമ്മളെ കോമൺ ഡിഫറൻസ് വരിക. സോ ഇവിടുത്തെ എന്താണ്? d 3 ആണ്. ഇനി f - d, f - d = എന്താ തന്നിട്ടുള്ളത്? f - d സ്ഥാനത്ത് എന്താ വരുന്നത്? 5 ആണ് വരുന്നത് അല്ലേ? സോ നമ്മൾ ഫസ്റ്റ് ടൈമിൽ നിന്ന് നമ്മൾ കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 5 ആണ് കിട്ടുന്നത് അല്ലേ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ f - d = 5. സോ f - d, അത് f - 3 = 5. then what is f? f = 5 + 3 8. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? f = 5 + 3 8 കിട്ടി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈമും കിട്ടി, എന്ത് കിട്ടി? കോമൺ ഡിഫറൻസും കിട്ടി. അപ്പോൾ ഇത് രണ്ടും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ബാക്കിയുള്ള ടൈംസ് കണ്ടുപിടിക്കാൻ പറ്റും. അത് ഇനി പറയാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം ക്ലിയർ ആയാലോ? എങ്ങനെയാണ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് നിന്ന് നമുക്ക് അതിൻ്റെ ആൾജിബ്ര തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക, ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം മനസ്സിലായാലോ? എന്നിൻ്റെ കോഫിഷ്യൻ്റിൽ കൂടെ വരുന്നത് എന്താണോ അതായിരിക്കും എന്ത് വരിക? നമ്മുടെ കോമൺ ഡിഫറൻസ് വരിക. ദെൻ f - d ആയിരിക്കും നമുക്ക് അടുത്ത കോൺസ്റ്റന്റ് ആയിട്ട് വരുന്ന വാല്യൂ. ഓക്കെ, ഇനി നമുക്ക് നേരെ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് വന്നിട്ട് അതിൽ നിന്ന് എങ്ങനെ നമ്മൾ എന്തെഴുതാം? നമ്മൾ അതിൻ്റെ ആൾജിബ്ര ഫോം എഴുതുക എന്നുള്ളതാണ്. സോ 3 7 11 അങ്ങനെ തുടങ്ങുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ട്. ഇനി ഇതിൻ്റെ ഫസ്റ്റ് ടൈം എഴുതുക, കോമൺ ഡിഫറൻസ് എഴുതുക, എന്നാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? അതിൻ്റെ ആൾജിബ്ര എഴുതാൻ പറ്റും അല്ലേ? സോ ഫസ്റ്റ് ടൈം എന്താണ്? f = 3 ആണ്. നമുക്ക് 3 7 11 തുടങ്ങുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അതിൻ്റെ ഫസ്റ്റ് ടൈം എന്താണ്? നമുക്ക് 3 ആണ്. വാട്ട് ഈസ് കോമൺ ഡിഫറൻസ്? കോമൺ ഡിഫറൻസ് = 7 - 3 = what? = 4 കിട്ടും അല്ലേ? അപ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടി, അതുപോലെ തന്നെ എന്ത് കിട്ടി? ഫസ്റ്റ് ടൈമും കിട്ടി. ഇനി നമുക്ക് എന്താ എഴുതേണ്ടത്? ആൾജിബ്ര എഴുതാം അല്ലേ? സോ xn = നമുക്ക് എങ്ങനെയാണ്? dn + f - d, dn + f - d. അപ്പോൾ d എന്നുള്ള സ്ഥാനത്ത് എന്താണ്? നമുക്ക് കോമൺ ഡിഫറൻസ് ആണ്. സോ കോമൺ ഡിഫറൻസ് എന്താണ്? നമുക്ക് 4 ആണ് അല്ലേ? സോ 4n + ഫസ്റ്റ് ടൈം എന്താ വരുന്നത്? ഫസ്റ്റ് ടൈം 3 ആണ് വരുന്നത്. ദെൻ കോമൺ ഡിഫറൻസ് എന്താ വരുന്നത്? 4 ആണ്. സോ 3 - 4. അപ്പോൾ നമുക്ക് എന്ത് വരും? 4n
-1 വരും. 4a - 1 ആയിരിക്കും എന്ത് വരിക നമ്മൾ ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്രൈക് ഫോം വരിക. ഇനി ഇത് എങ്ങനെ നമുക്ക് നോക്കാന്നുള്ളത്, ഇപ്പോൾ നമുക്ക് അവിടെ ആൾജിബ്രൈക് ഫോം തന്നു. ഇനി ഇതിൽ നിന്ന് നമുക്ക് ടേംസ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ 4a - 1 ആണ് നമുക്ക് തന്നിട്ടുള്ള ആൾജിബ്ര ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് ആണ് എന്നുണ്ടെങ്കിൽ അതിൽ എന്നിന് എന്ത് ചെയ്യുക, നമ്മൾ വാല്യൂസ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ 4a - 1 ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. ഇനി എന്നിന് 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക, 4 × 1 - 1. 4 × 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 -1 എന്ത് വരും, 3 വരും. ഇനി എന്നിന് 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാലോ 4 × 2 - 1, അതായത് 8 - 1 എന്ത് വരും, 7 വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആൾജിബ്ര തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, അരിത്തമെറ്റിക് സീക്വൻസ് കൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഇതിൽ നിന്ന് മനസ്സിലാക്കാം അല്ലേ. അതായത് എന്നിന് എന്ത് ചെയ്യുക, ഫസ്റ്റ് ടൈം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നിന് 1 ഇട്ട് കൊടുക്കുക, സെക്കൻഡ് ടൈം കിട്ടണമെങ്കിൽ എന്നിന് 2 ഇട്ട് കൊടുക്കുക, തേർഡ് ടൈം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ഇട്ട് കൊടുക്കുക, എന്നിന് 3 ഇട്ട് കൊടുക്കുക. മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ആൾജിബ്ര തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയും അല്ലേ. അപ്പോൾ ആൾജിബ്ര ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. അതിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഇനി നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് nth ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ആണ് അല്ലേ. അപ്പോൾ nth ടേം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് ആണ്, നമുക്കൊരു സീക്വൻസ് തന്നു, അതിൽ നമുക്ക് എന്താണ് 10ാമത്തെ ടേം കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ 11ാമത്തെ ടേം കണ്ടുപിടിക്കാം. അങ്ങനത്തെ ടേംസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. സോ ശ്രദ്ധിക്കുക, xn = f + n - 1d, അതായത് xn = f + n - 1d, nth ടേം = ഫസ്റ്റ് ടേം + n - 1 × d. അപ്പോൾ നമുക്ക് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട് വിചാരിക്കാം, അത് 3 5 7 9 എന്നുള്ള ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ട് അതിൽ നമുക്ക് 10ാമത്തെ ടേം കണ്ടുപിടിക്കാം. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണം, xn = എന്താണ് ഇക്വേഷൻ, f + n - 1 × d, f + n - 1 × d. അപ്പോൾ f = എന്താണ്, ഫസ്റ്റ് ടൈം അല്ലേ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടൈം എന്താണ്, 3 5 7 ആണ് നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ്. അതിലെ ഫസ്റ്റ് ടൈം എന്താണ്, 3 ആണ്. സോ 3 + n - 1. n - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രാമത്തെ ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ 10th ടൈമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ n = 10. മനസ്സിലാക്കുക കേട്ടോ, എത്രാമത്തെ ടൈമാണ് കണ്ടുപിടിക്കേണ്ടത് അതാണ് നമ്മളെ n. സോ n = എന്താണ്, 10 ആണ് ഇവിടെ തന്നിട്ടുള്ളത്. സോ 10 - 1 എന്ത് വരും, 9 വരും. 9 × കോമൺ ഡിഫറൻസ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ രണ്ടാമത്തെ ടൈമിൽ നിന്ന് ഞാൻ 5 - 3 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, രണ്ടാമത്തെ അതായത് കോമൺ ഡിഫറൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ 5 - 3 എന്താണ്, നമുക്ക് 2 കിട്ടി അല്ലേ. സോ കോമൺ ഡിഫറൻസ് എന്താണ്, 2 എന്ന് കിട്ടി. സോ 3 + 9 × 2, 3 + 9 × 2 എന്തായിരിക്കും വരിക, 18 വരും. സോ 3 + 18 21. അതായത് നമുക്ക് ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ 10th ടൈം എന്തായിരിക്കും, 21 ആയിരിക്കും. മനസ്സിലായോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് nth ടൈം കണ്ടുപിടിക്കാം. nth ടൈം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ എന്താണ് അറിയാത്ത, അല്ലെങ്കിൽ 11ാമത്തെ അല്ലെങ്കിൽ 21 എത്രാമത്തെ പദമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, nth ടൈമിന്റെ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് നമുക്ക് എന്തറിയണം, ആ ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടൈം അറിയണം, അതുപോലെ തന്നെ കോമൺ ഡിഫറൻസ് അറിയണം. അപ്പോൾ നമ്മൾ എന്താണ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മുടെ എക്സാമിന് ഏറ്റവും ആദ്യം എഴുതിയെടുക്കേണ്ടത് എന്താണ്, ഫസ്റ്റ് ടൈം അതുപോലെ തന്നെ കോമൺ ഡിഫറൻസ് ആണ് എഴുതിയെടുക്കേണ്ടത്. അത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കുക. കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നമ്പർ ഓഫ് ടൈംസ് ആണ് നമുക്ക് അറിയേണ്ടത്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, അതിനനുസരിച്ച് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ കാര്യം മനസ്സിലായല്ലോ. ഇനി അടുത്തത് പറയുന്നത് സമ്മിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ സം ഓഫ് 3 കൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്, അത് നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞത് അരിത്തമെറ്റിക് സീക്വൻസും കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഇതിന്റെ സം എന്നുള്ള ഒരു കൺസെപ്റ്റിലോട്ട് പോവാണ്. സോ ഫസ്റ്റ് സം ഓഫ് 3 കൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 3 ടൈംസ് ദ മിഡിൽ ടൈം. അതായത് നമുക്കൊരു 3 കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ 3 കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ടേംസ് ഉണ്ട്. അതിന്റെ സം എങ്ങനെ കണ്ടുപിടിക്കുക വെച്ച് കഴിഞ്ഞാൽ എന്താണ്, 3 ടൈംസ് ഓഫ് ദ മിഡിൽ ടൈം. മിഡിൽ ടൈമിൻ്റെ എന്തായിരിക്കും, 3 ടൈംസ് ആയിരിക്കും. അതായത് ഇപ്പോൾ ഞാനിവിടെ 6 10 8 എന്ന് എഴുതിയിട്ടുണ്ട്, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഈ 3 കൺസിക്യൂട്ടീവ് ടൈംസിന്റെ സം കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, അതായത് 6 + 8 + 10 = എന്തായിരിക്കും പറഞ്ഞിട്ടുള്ളത്, 3 × 8 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 6 + 8 + 10 = 3 × 8. മിഡിൽ ടൈമിൻ്റെ 3 ടൈംസ് ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം, 6 + 8 എത്രയാണ്, 14 14 + 10 എത്രയാണ്, 24 24 എന്ത് വരും, 3 × 8 എത്രയാണ് വരുന്നത്, 24 അല്ലേ. സോ നമുക്ക് പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 3 ടൈംസിന്റെ സം എന്ന് പറഞ്ഞാൽ മിഡിൽ ടൈമിന്റെ 3 ടൈംസ് ആയിരിക്കും എന്നുള്ളതാണ്. സോ ആ കാര്യം മനസ്സിലായല്ലോ. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, ദ സം ഓഫ് കൺസിക്യൂട്ടീവ് ടൈംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് നമ്പർ ഓഫ് ടൈംസ് ആൻഡ് മിഡിൽ ടൈം. അതായത് നമ്മൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് കൺസിക്യൂട്ടീവ് ആയിട്ട് വരുന്ന കുറേ അരിത്തമെറ്റിക് സീക്വൻസിന് കുറേ ടേംസ് ഉണ്ട്. അപ്പോൾ ആ ടേംസിന്റെ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് നമ്പർ ഓഫ് ടൈംസും ഇൻറ്റു മിഡിൽ ടൈമും. അതായത് നമുക്ക് എത്ര ടൈം ഉണ്ടോ ആ അത്രയും ടൈമിൻ്റെ നമ്പർ. ഇപ്പോൾ നമുക്ക് 10 ടൈം ആണെങ്കിൽ 10 ടൈം, 9 ടൈം ആണെങ്കിൽ 9 ടൈം ഇൻറ്റു എന്താണ് മിഡിൽ ടൈം. മിഡിൽ ടൈം ഏതാണ് വരുന്നത് അത് കണ്ടുപിടിക്കുക. അപ്പോൾ ഈ ഒരു കേസിൽ ചിലപ്പോൾ എന്ത് വരും, ഈവൻ നമ്പർ വരുമ്പോൾ നമുക്ക് മിഡിൽ ടൈമിൻ്റെ ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ എന്ത് ചെയ്യുക, മിഡിലെ 2 ടൈംസിൻ്റെ ആവറേജ് എടുത്തിട്ട് എന്ത് ചെയ്യുക, അതിനെ നമ്മൾ നമ്പർ ഓഫ് ടൈംസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ കാര്യം ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് എന്താണ്, സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. ഇനി ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിക്കാനാണ്. സോ ഇക്വേഷൻ ഇതാണ് 1 + 2 + 3. അതായത് 1 മുതൽ അങ്ങനെ തുടങ്ങുന്ന നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കണ്ടുപിടിക്കാനാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, n × n + 1/2. n × n + 1/2 എന്നുള്ളതാണ് എന്ത്, അതിൻ്റെ ഇക്വേഷൻ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് 10 10 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിക്കുക വിചാരിക്കുക. സോ 10 ×
10 ആണ്, 10 നാച്ചുറൽ നമ്പേഴ്സ്. സോ n ഈസ് ഈക്വൽ ടു എന്താണ് 10 ആണ്. സോ n ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു 10 പ്ലസ് 1 എന്തായിരിക്കും വരിക 11 വരും. 11/2 അതായത് 110/2 എന്ത് വരും 55 ആയിരിക്കും ആദ്യത്തെ 1 മുതൽ 10 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ്. ഓക്കെ, ഇനി അടുത്തത് സം ഓഫ് ഈവൻ നമ്പേഴ്സ്. ഫസ്റ്റ് ഈവൻ നമ്പേഴ്സ്, അതായത് നമുക്ക് തന്നിട്ടുള്ള ഒരു ഈവൻ നമ്പേഴ്സിൻ്റെ കൺസ്യൂട്ടീവ് ആയിട്ട് വരുന്ന ഈവൻ നമ്പേഴ്സ് ആണെന്ന് വിചാരിക്കാം. സോ അതിൻ്റെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എന്ത് n² + n. അപ്പം ഞാനിവിടെ ഒരു ഫസ്റ്റത്തെ 3 ടേമിൻ്റെ എന്താണ് 3 ഈവൻ നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിക്കുകയാണെങ്കിൽ n² + n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക, നമുക്ക് ഫസ്റ്റത്തെ 3 ഈവൻ നമ്പേഴ്സാണ്. സോ n ഈസ് ഈക്വൽ ടു 3. n ഈസ് ഈക്വൽ ടു 3 ആണെങ്കിൽ n² പറഞ്ഞു കഴിഞ്ഞാൽ 3² + 3, അതായത് 9 + 3 എന്തായിരിക്കും 12 ആയിരിക്കും എന്ത് വരിക ആദ്യത്തെ 3 നമ്പേഴ്സ്. അതായത് 2, 4, 6 എന്ന് നോക്കാം. 2 + 4 എത്രയാണ് 6 വരും. 6 + 6 എത്രയാണ് 12 അല്ലേ. അപ്പോൾ കറക്റ്റ് തന്നെ അല്ലേ. സോ സം ഓഫ് ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സിൻ്റെ സം എന്താണ് n² + n. ഇനി അടുത്തത് നോക്കുക സം ഓഫ് ഫസ്റ്റ് ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സിന് എന്തായിരിക്കും വരിക ഇതുപോലെ n² ആയിരിക്കും വരിക കേട്ടോ. ഓഡ് നമ്പേഴ്സിന് എന്തായിരിക്കും വരിക n² ആയിരിക്കും വരിക. സോ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് എൻ അരിത്മെറ്റിക് സീക്വൻസ്. ഇനി ജനറൽ ആയിട്ടുള്ള അരിത്മെറ്റിക് സീക്വൻസ് സം കാണാനുള്ള ഇക്വേഷൻ പറയാണ് സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് എൻ അരിത്മെറ്റിക് സീക്വൻസ് ആണെങ്കിൽ x1 + x2 + x3 അങ്ങനെ xn വരാന്നുണ്ടെങ്കിൽ സം ഓഫ് n ടേംസ് ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു 2f + n - 1 ഇൻറ്റു d. n/2 ഇൻറ്റു 2f + n - 1 ഇൻറ്റു d. അതിൽ n പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ടൈംസ്, f എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം, f പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ്. ഓക്കെ, ശ്രദ്ധിക്കുക. then n - 1 into d, number of times -1 into d. d പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ്. സോ Sn സം ഓഫ് n ടൈംസ് ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു 2f + n - 1 ഇൻറ്റു d. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഒരു അരിത്മെറ്റിക് സീക്വൻസിനെ ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സം കാണാനുള്ള ഇക്വേഷൻ ലാസ്റ്റ് ടൈം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുക. അതായത് n/2 ഇൻറ്റു x1 + xn കണ്ടുപിടിക്കാം. n/2 ഇൻറ്റു x1 + xn വെച്ചുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, സം കണ്ടുപിടിക്കാം. ഇനി സം ഓഫ് ഫസ്റ്റ് n ടൈംസ് ഓഫ് എൻ അരിത്മെറ്റിക് സീക്വൻസ് ഇൻ ആൾജിബ്ര, അതായത് സമ്മിൻ്റെ ആൾജിബ്രിക് ഫോമാണ് നമ്മളോട് പറയുന്നത്. അതായത് Sn ഈസ് ഈക്വൽ ടു kn² + ln. നമുക്കിപ്പോൾ ഒരു അരിത്മെറ്റിക് സീക്വൻസിൻ്റെ സമ്മിൻ്റെ ആൾജിബ്ര എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും kn² + ln എന്നുള്ള ഫോമിലായിരിക്കും. സോ അതിൽ ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും k + l, അതായത് നമുക്ക് n² കോഫിഷ്യൻറ്റും അതുപോലെ തന്നെ n കോഫിഷ്യൻറ്റും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഫസ്റ്റ് ടൈം കിട്ടും. അതുപോലെ തന്നെ കോമൺ ഡിഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈംസ് ഓഫ് k, അതായത് n² കോഫിഷ്യൻറ്റ് എന്താണോ അതിൻ്റെ 2 ടൈംസ് ആയിരിക്കും എന്ത് വരിക, നമുക്ക് കോമൺ ഡിഫറൻസ് വരിക. ഓക്കെ, ഇപ്പോൾ 2n² + 3n എന്നുള്ളൊരു ഇക്വേഷൻ ഒന്ന് വിചാരിക്കാം. ഒരു സമ്മിൻ്റെ ആൾജിബ്രിക് ഫോം വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് ടൈം എന്തായിരിക്കും 2 + 3. ഫസ്റ്റ് ടൈം പറഞ്ഞു കഴിഞ്ഞാൽ f ഈസ് ഈക്വൽ ടു 2 + 3 5 ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും, d എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n² കോഫിഷ്യൻറ്റ് എന്താണോ അതിൻ്റെ ഡബിൾ, അതായത് 2 ഇൻറ്റു 2 എന്തായിരിക്കും 4 വരും. ഓക്കെ, 2 ഇൻറ്റു 2 4 വരും. മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് ആൾജിബ്രിക് ഫോമിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ടൈം അതുപോലെ തന്നെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. ദെൻ നമുക്ക് അടുത്ത് പറഞ്ഞത് സം ഓഫ് സ്ക്വയേഴ്സ്, അതായത് നമുക്കിങ്ങനെ സ്ക്വയേഴ്സ് വരാന്നുണ്ടെങ്കിൽ അതിൻ്റെ സം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് 1/6 ഇൻറ്റു n ഇൻറ്റു n + 1 ഇൻറ്റു 2n + 1, n ഇൻറ്റു n + 1 ഇൻറ്റു 2n + 1 എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അരിത്മെറ്റിക് സീക്വൻസ് ഉള്ള ഈ ഒരു ചാപ്റ്റർ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നമുക്ക് പുതിയൊരു കൺസെപ്റ്റ് ആണ് സീക്വൻസ് എന്നുള്ളത്. പക്ഷേ നമുക്ക് അതെന്താണ് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. ഈസി ആയിട്ട് ഇക്വേഷൻസ്, സമ്മിൻ്റെ ഇക്വേഷൻസും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു വെക്കുക. മെയിനായിട്ട് ഞാൻ പറയുന്നത് എന്താണ്, ഒരു അരിത്മെറ്റിക് സീക്വൻസ് കിട്ടിയാൽ ആദ്യം ചെയ്യേണ്ടത് അതിലെ കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടൈം ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുക. ദെൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ബാക്കി കാര്യങ്ങളിലോട്ട് എത്തിപ്പെടാൻ പറ്റും. താങ്ക് യു ഫോർ ഇറ്റ്.